പട്ടാമ്പി നഗരത്തിലെ റോഡ് നവീകരണത്തിൽ വാട്ടർ അതോറിറ്റിയുടെ അലംഭാവത്തിനെതിരെ വ്യാപാരികൾ രംഗത്ത്. വ്യാപാരി വ്യവസായ ഏകോപന സമിതി പട്ടാമ്പി യൂണിറ്റിന്റെ നേതൃത്വത്തിൽ വാട്ടർ അതോറിറ്റി ഓഫീസിലെത്തി പ്രതിഷേധിച്ചു. ഏകോപനമില്ലാതെ അധികൃതരുടെ ഭാഗത്തു നിന്ന് ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന സമീപനമാണ് ഉണ്ടായതെന്ന് നേതാക്കൾ ആരോപിച്ചു. നിള IPT കോളേജ് റോഡ് നവീകരണത്തിന്റെ ഭാഗമായി പട്ടാമ്പി നഗരത്തിൽ നടക്കുന്ന പ്രവൃത്തികൾ വേഗത്തിൽ പൂർത്തിയാക്കണമെന്ന ആവശ്യവുമായാണ് വ്യാപാരികൾ രംഗത്തെത്തിയത്. പ്രവൃത്തികൾ മന്ദഗതിയിലായതിനാൽ വ്യാപാരികൾ ഉൾപ്പെടെയുള്ളവർ ദുരിതത്തിലാണ്. അഴുക്കുചാൽ നിർമ്മാണം നടക്കുന്നുണ്ടെങ്കിലും പലയിടങ്ങളിലും വ്യാപാര സ്ഥാപനങ്ങളുടെ മുന്നിൽ വലിയ കിടങ്ങാണ് രൂപപ്പെട്ടിരിക്കുന്നത്. കുടിവെള്ള പൈപ്പുകൾ സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ വൈകുന്നതാണ് റോഡ് നവീകരണ പ്രവൃത്തികൾ നിർത്തിവെക്കാൻ കാരണമെന്ന് വ്യാപാരികൾ പറയുന്നു. ഇതേ തുടർന്ന് വ്യാപാര വ്യവസായ ഏകോപന സമിതി പട്ടാമ്പി യൂണിറ്റിന്റെ നേതൃത്വത്തിൽ വാട്ടർ അതോറിറ്റി ഓഫീസിൽ പ്രതിഷേധിച്ചു. ബാക്കിയുള്ള സ്ഥലത്തൊക്കെ പ്രശ്നം, നമ്മൾ കച്ചവടക്കാരെ എത്ര വലിയ ബുദ്ധിമുട്ടാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പം ഇന്ന് രാവിലെയാണ് വിളിച്ചിട്ട് അവിടെ നിന്ന് വീണ്ടും ബ്ലോക്ക്, ഇന്നലെ ബ്ലോക്ക്, എല്ലാ ദിവസവും വൈകുന്നേരം രാവിലെ ഒക്കെ ബ്ലോക്ക്. അപ്പം ഇങ്ങനെ നിങ്ങളുടെ മോളെ പൊളിക്കലും മാത്രമാകുമ്പോൾ ഒരു പണി കഴിയാണ് ഞങ്ങൾ ഇത് രണ്ടൊരു കോർഡിനേറ്റ് ചെയ്യുന്ന വർക്കാണല്ലോ. ഇതിപ്പോൾ അതിൻ്റെ ഇടയിലാണ് ഈ വെള്ളത്തിന്റെ പ്രശ്നം കൂടി കയറി വന്നത്. റോഡ് നിർമ്മാണത്തിൽ വിവിധ വകുപ്പുകൾ തമ്മിൽ ഏകോപനമില്ലാത്തതാണ് പ്രവൃത്തികൾ ഇഴയാൻ കാരണമെന്ന് വ്യാപാരികൾ ആരോപിച്ചു. കുറേ ദിവസങ്ങളായിട്ട് വാട്ടർ അതോറിറ്റി ആണെങ്കിലും അതുപോലെ തന്നെ KRFB ആണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ KSEB ആണെങ്കിലും ഇതൊക്കെ സംയോജിച്ച് ഒത്തൊരുമിച്ച് ചെയ്യേണ്ട ഒരു പ്രവർത്തനം ഓരോ കാരണങ്ങൾ കൊണ്ട് നീണ്ടുപോകും. ഇതുകൊണ്ടൊക്കെ ബുദ്ധിമുട്ടുന്നത് നാട്ടുകാരും ഇവിടെ കച്ചവടം ചെയ്യുന്ന നമ്മളെ പോലുള്ള ആൾക്കാരാണ്. കൃത്യമായിട്ടുള്ള നടപടി ഉണ്ടാവുമെന്നും എത്രയും പെട്ടെന്ന് അതിൻ്റെ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കുമെന്നുള്ളൊരു ഉറപ്പ് വാട്ടർ അതോറിറ്റിയുടെ എയുടെ ഭാഗത്ത് നിന്ന് നമുക്ക് ഉറപ്പ് കിട്ടിയിട്ടുണ്ട്. മേലെ പട്ടാമ്പി SBIക്ക് സമീപം പ്രവൃത്തികൾ നിലച്ച അവസ്ഥയാണ്. ഇതുകാരണം ഗതാഗത കുരുക്കും പട്ടാമ്പിയിൽ രൂക്ഷമാണ്. ന്യൂസ് മലയാളം, പാലക്കാട്.